ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു ദിവസത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 2-ാം തിരുവചനമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യേശു മിശിഹ, നമ്മുടെ കർത്താവും രക്ഷകനും നാഥനുമായ ദൈവം, നമ്മൾക്കുണ്ടാകാൻ പോകുന്ന ഒരു പ്രധാന കാര്യം, നമ്മുടെ ചുറ്റും എന്താണ് ഭാവിയിൽ സംഭവിക്കുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വളരെ വ്യക്തമാക്കി പറഞ്ഞു തരുന്ന ദൈവവചനമാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത്. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. ഈ നൂറ്റാണ്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കർത്താവ് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിനാണ് ബലിയർപ്പിക്കുന്നത് എന്ന് കരുതുന്ന സമയം, അങ്ങനെ കരുതിക്കൊണ്ട് നിങ്ങളെ കൊല്ലുന്ന ഒരു സമയം വരുന്നു എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ തെറ്റിദ്ധാരണ, അവരെ നയിക്കുന്ന ആശയങ്ങൾ എന്തായിരുന്നാലും ദൈവം പറഞ്ഞ കാര്യം ഇപ്പോൾ നടക്കുന്നതിനെ ഓർത്ത് ദൈവവചനത്തിൻ്റെ ശക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന്, യേശു ആരായിരുന്നു എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുവാൻ ഈ തിരുവചനം നമ്മളുടെ കണ്ണ് തുറപ്പിക്കും. ഈശോ മിശിഹ എങ്ങനെയാണ് ഒരു ദൈവമക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ പറയുന്നുണ്ട്. അന്ത്യവിധി, ആ അന്ത്യവിധിയിൽ കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ വസ്ത്രം ധരിപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് ചെയ്ത നിങ്ങൾ എൻ്റെ കൂടെ ആയിരിക്കും എന്ന് വാഗ്ദാനം തരുന്നുണ്ട്. ദൈവം എവിടെയാണോ ആ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാൻ അവസാന വിധിയുടെ വാചകങ്ങൾ, അവസാന വിധിയിലെ വചനങ്ങൾ നമ്മൾക്ക് കരുത്ത് പകരട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങളെ ആരെങ്കിലും കൊല്ലുന്നെങ്കിൽ അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, എൻ്റെ കർത്താവും രക്ഷകനും നാഥനുമായ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ തിരുവചനം എന്നിലൂടെ പൂർത്തീകരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.